ഈശോ മിശിഹായിൽ പ്രിയ സ്നേഹിതരെ, നമ്മൾ വിശുദ്ധമായ നോമ്പ് കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക്, രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുസഭ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം ഈശോയുടെ രൂപാന്തരീകരണമാണ്. ഈ വർഷം നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഈശോയുടെ രൂപാന്തരീകരണമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ഈശോ 6 ദിവസങ്ങൾക്ക് ശേഷം 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നു. അവരുടെ മുൻപിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു. ഇവിടെ യേശു 6 ദിവസം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ 6 ദിവസങ്ങൾക്ക് മുൻപ് ഈ രൂപാന്തരീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതെ, ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുൻപുള്ള ഭാഗം, അതായത് 16-ാം അധ്യായത്തിന്റെ അവസാനത്തില് ഈശോ ശിഷ്യന്മാരോട് തന്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് ഈശോയെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. ശിഷ്യന്മാര് കാത്തിരുന്നൊരു രക്ഷകനുണ്ട്. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തില് 3 വർഷത്തില് ഈ ശിഷ്യന്മാർ കണ്ട ഒരു രക്ഷകനുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകൻ. അതിൽ കവിഞ്ഞ് സഹിക്കുന്ന ഒരു രക്ഷകന്റെ ചിത്രം, പരാജയത്തിന്റെ അടയാളമായി കുരിശിൽ മരിക്കുന്ന ഒരു രക്ഷകന്റെ ചിത്രം അവർക്ക് ദഹിച്ചില്ല. അവർക്ക് ചിന്തിക്കാൻ സാധ്യമായിരുന്നില്ല. അവർ പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇതിനുള്ള ഉത്തരമായിട്ടാണ്, ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാണ് ഈ രൂപാന്തരീകരണം. 6 ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ ശിഷ്യന്മാരെയും കൂട്ടി ഉയർന്ന മലയിലേക്ക് പോകുന്നു. അവർ ഈ കാര്യം ഗ്രഹിക്കുന്നതും ദൈവമഹത്വം ദർശിക്കുന്നതും ഈശോയുടെ മുഖം പ്രകാശിച്ചപ്പോഴോ, സൂര്യനെ പോലെ പ്രകാശിച്ചപ്പോഴോ, ഈശോയുടെ വസ്ത്രങ്ങൾ പ്രകാശിച്ചപ്പോഴോ അല്ല. വചനം ഇവിടെ പറയുന്നുണ്ട്, പത്രോസ് കൂടാരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമഴ്ന്നു വീണു. അവർ ഭയവിഹ്വലരായി. അവർ ദൈവമഹത്വം ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവരെ കമഴ്ന്നു വീഴുകയാണ്. അവരെന്താണ് കേട്ടത്? സ്വർഗം പറയുന്നു, പിതാവായ ദൈവം പറയുന്നു, ഇവൻ ദൈവപുത്രനാണ്, ഈശോ എന്റെ പ്രിയപുത്രനാണ്, ഇവന്റെ എല്ലാ പ്രവൃത്തികളും എന്നെ പ്രസാദിപ്പിക്കുന്നു. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇവന്റെ വാക്ക് കേൾക്കുവിൻ. എന്താണ് ഈശോയുടെ വാക്കുകൾ? ഞാൻ സഹിക്കണം, ഞാൻ കുരിശിൽ മരിക്കണം, ഞാൻ ഉയർപ്പിക്കപ്പെടണം. ഈയൊരു വലിയ ദൈവമഹത്വം ഇവർ ദർശിക്കുന്നു. ഈശോ രൂപാന്തരപ്പെടുന്നു. പക്ഷെ അതിനുശേഷം ദൈവം ഈശോയുടെ ജീവിതത്തിൽ നിന്ന് കുരിശ് മാറ്റുന്നില്ല, കുരിശ് മരണം മാറ്റുന്നില്ല. ദൈവം പറയുന്നു, ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഈശോ സഹിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിന്റെ ഫലം നിങ്ങൾ ദർശിക്കില്ല. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈശോയുടെ മരണം, ഈശോയുടെ ഉത്ഥാനം, അതിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും, നിത്യജീവൻ ഉണ്ടാകും. ശിഷ്യന്മാർ ഒരുപക്ഷെ ഈശോയുടെ മരണശേഷം ഇത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ശതാധിപൻ പറയുന്നുണ്ട്, ഇവൻ തീർച്ചയായും ദൈവപുത്രനായിരുന്നു. കാരണം ഒരു ദൈവപുത്രൻ അല്ലാതെ ഇങ്ങനെ സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ മരണവും ഉത്ഥാനവും നേടിക്കൊടുത്തത് വലിയ രക്ഷയായിരുന്നു.
പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ, ഒപ്പം നമ്മൾ ഈശോയുടെ സഹനത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ധ്യാനിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ എന്താണ് ജീവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലേക്കും ചില സഹനങ്ങള്, ചിലപ്പോൾ ചില മരണങ്ങള് നമ്മുടെ ജീവിതത്തിലും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് കടന്നു വരും. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടോ നമ്മുടെ കാരണം കൊണ്ടോ ആകില്ല. പക്ഷേ ലോകത്തിന് സാക്ഷ്യമേകാൻ, ലോകത്തിൽ വിശ്വാസം വളരാൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ചില സഹനങ്ങള് കടന്നു വരും. അവിടെ നമുക്ക് സഹിക്കാൻ സാധിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം സുവിശേഷം പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗത്തിന്റെ സ്വരം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവന്റെ കൂടെയുണ്ട്. നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടല്ല സഹനമുണ്ടാകുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? ഞാൻ നന്മയുള്ളവനായി ജീവിച്ചു, എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രോബ്ലം അല്ല. ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്ക് നഷ്ടമാകുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് കേരളത്തില് ഒത്തിരിയേറെ മനുഷ്യര്, പ്രത്യേകിച്ച് യുവതി യുവാക്കള് ഓടിയെടുക്കുന്ന ഒരു കല്ലറയുണ്ട്. വരാപ്പുഴ അതിരൂപതയില് ഒരു ജിസ്യുത്തായിരുന്ന അജന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്ലറ. എന്താണ് എല്ലാവരെയും പ്രത്യാശയോടുകൂടി അവളിലേക്ക് അടുപ്പിക്കുന്ന സംഗതി? എന്താണ്? അവൾ ക്യാൻസർ വന്നാണ് മരിച്ചത്. നന്നായിട്ട് വേദനിച്ചാണ് ആ കുഞ്ഞ് മരിച്ചത്. ഞാൻ അവളുടെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു എത്രമാത്രം സഹിച്ചു. അവളുടെ രോഗം ഭേദമായില്ല, ദൈവം രോഗം മാറ്റിക്കൊടുത്തില്ല, രോഗത്തിലാണ് അവൾ മരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവളിലേക്ക് അടുക്കുന്നത്? സുവിശേഷം പറയുന്ന പോലെ അവൾ ആ ദൈവ സാന്നിധ്യം, ദൈവിക പദ്ധതിയിലെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കൂടെയുള്ള ദൈവത്തെ അവൾ അനുഭവിച്ചു. ദിവ്യകാരുണ്യത്തിലൂടെ അവൾക്ക് ശക്തിയായി വന്ന ദൈവം തന്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദൈവിക ശക്തിയിൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട്, ലോകത്തിന് മുമ്പിൽ രോഗം മാറിയില്ല, പക്ഷേ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ആ രോഗത്തെ അതിജീവിച്ചു. നമ്മൾ പറയും ഇത് അവളുടെ കുറ്റം കൊണ്ടല്ല, അവൾ നന്മയുള്ള കുഞ്ഞായിരുന്നു. ഈ സഹനം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്, ലോകത്തിന് സാക്ഷ്യമാണ്. പക്ഷേ ഈ സഹനങ്ങള് നീതിയോടെ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, ദൈവമേ എന്തുകൊണ്ട്? എന്റെ രോഗങ്ങള്, എന്റെ മക്കളുടെ രോഗങ്ങള്, എന്റെ മക്കളുടെ ഭാവി, എന്റെ കുടുംബത്തിന്റെ തകർച്ചകള്, ചില മാറാരോഗങ്ങള്, ചില തകർച്ചകള് എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ഇന്നും ഉണ്ടാകും പത്രോസിന്റെ പ്രതിനിധികള്. ചില മനുഷ്യർ പറയും നന്മ ചെയ്തിട്ടും ചിലപ്പോൾ പിറകില് തിന്മ ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഈ രോഗം കിട്ടിയത്, ഇവർക്ക് ഈ തകർച്ചയുണ്ടായത്, അവരുടെ കുടുംബം തകർന്നു പോയത്. അവിടെയെല്ലാം പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ചിലപ്പോൾ ഉത്തരവുണ്ടാകില്ല. ശതാധിപനെ പോലെ ഒരുപക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ നമ്മുടെ മരണത്തിന് ശേഷം ലോകം പറയും ഇവർ ദൈവത്തിന്റെ മക്കളായിരുന്നു, അവരുടെ സഹനങ്ങള് നമുക്ക് മാതൃകയാകാൻ വേണ്ടിയായിരുന്നു. വാഴ്ത്തപ്പെട്ട റാണി മരിയായും വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ അൽഫോൻസാമയൊക്കെ എല്ലാം രോഗത്തിലൂടെയും അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലൂടെ കടന്നുപോയവരാണ്. അവരാരും സിനിമാ സ്റ്റൈല് അവരെ കൊല്ലാൻ വന്നവരെ അവരെ വകവരുത്തിയില്ല. ചിലര് രോഗങ്ങൾ ഏറ്റെടുത്തു, ചിലര് സഹനങ്ങൾ ഏറ്റെടുത്തു, ചിലര് രക്തം ചിന്തി ദൈവത്തിന് വേണ്ടി മരിച്ചു. അവര് പിന്നീട് ലോകത്തിന് സാക്ഷ്യമായിട്ട് മാറി. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറയുകയാണ്, സഹനവും കുരിശുമരണവും ഉത്ഥാനവും അത് മാറ്റാൻ പറ്റില്ല, അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്, അത് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറി. നമുക്കും പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തില് തീക്ഷ്ണമായിട്ട് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒപ്പം ദൈവം കൂടെയുണ്ട് എന്നുള്ള വലിയ ശക്തി ലഭിക്കാൻ, അങ്ങനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന് സാക്ഷ്യമാകാൻ. ഒരുപക്ഷെ ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്തപ്പോഴും ഇത് പറയുമ്പോഴും എന്നെ അലട്ടുന്ന വലിയൊരു കാര്യം, ദൈവമേ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ലോകത്തിന് സാക്ഷ്യമാകാൻ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ സഹനങ്ങൾ വരുമ്പോ
ലോകം നമ്മളെ പഴിക്കുമ്പോ, കുറ്റം പറയുമ്പോ, ദൈവമേ, ദൈവത്തെ തള്ളിപ്പറയുമോ അതോ ഏറ്റെടുത്ത് ദൈവത്തിന് സാക്ഷ്യമേകുമോ? നമുക്കും തീക്ഷ്ണമായിട്ട് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നമ്മളില് ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഏറ്റെടുത്ത് ഒത്തിരിയേറെ മനുഷ്യര് ഈശോയുടെ വിശ്വാസത്തിന്, സ്നേഹത്തിന് സാക്ഷ്യമേകാനായിട്ട് കരുത്തുള്ളവരായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.